നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഐശ്വര്യ, ഒട്ടും പറ്റുന്നില്ലേ? ഇതെന്തായി പറയുന്ന മാലിനി? അത് പിന്നെ ഡോക്ടറിനെ വിളിക്കാനാണെന്ന് തോന്നുന്നു. ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നു. എന്തോ മാരകമായ ദ്രാവക ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യേണ്ടി വരും. സർ, ഐശ്വര്യ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാറില്ല. ഉണ്ടോ മാലിനി? ഇല്ല. ഒരുപക്ഷെ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? മ്യൂസിക് സ്കൂളിൽ വെച്ച് ഒരു ജ്യൂസ് കുടിച്ചു. പക്ഷെ അതിൽ മറ്റൊരു പ്രശ്നം കാണാൻ സാധ്യതയില്ല. ജ്യൂസ് എടുത്തത് മാലിന്യ. ഐശ്വര്യക്കൊപ്പം ശ്യാമി അത് കുടിക്കുകയും ചെയ്തു. അപ്പോൾ അതായിരിക്കും സാധ്യതയില്ല. ഇവർക്കാണെങ്കിൽ കൃത്യമായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. സർ, ശബ്ദം തിരിച്ചു വരില്ലേ? അതിന്റെ കണ്ടീഷൻ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് തുടരട്ടെ. നാളത്തെ റിസൾട്ട് കൂടി നോക്കിയിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. ഒരുപക്ഷെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അടങ്ങി കിടക്ക്. കിടക്ക് മാഡം. നിങ്ങൾ എന്തായാലും പേഷ്യന്റിനെ ഒന്ന് സമാധാനിക്കും. കാര്യങ്ങൾ വളരെ പ്രശ്നമാണ്. ഐശ്വര്യ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? മാലിനി, കുറെ നേരിട്ട് ഞാൻ മാലിന്യെ ശ്രദ്ധിക്കുന്നു. മാലിനിക്ക് എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എന്താ കാര്യം? ഒന്നുമില്ല മാഡം. ഒരാളുടെ ആരോഗ്യനില വെച്ചാ കളിക്കുന്നത്. ഇപ്പൊ ശബ്ദത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ. നാളെ ജീവന് കൂടി പ്രശ്നമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം അപകടം ഉണ്ടാക്കുമെന്ന് അറിയാം. മാഡം, അത് അല്ല, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോ മാഡം പ്രത്യേകിച്ച് കഴിച്ചതായിട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ മാഡം തനിച്ച് ഐശ്വര്യ, നമ്മളൊക്കെ എത്ര നിഷേധിച്ചാലും ദൈവം എന്നൊരു ശക്തി മുകളിലുണ്ട്. ചിലപ്പോഴൊക്കെ ദൈവം നിശബ്ദനാകുന്ന കണ്ട് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് പോലും ചോദ്യം ചെയ്യാനാകില്ല എന്നൊരു തോന്നലുണ്ടാവും. അത് തെറ്റാണ്. ദൈവം തീരുമാനം എടുക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റില്ല. മാലിനി, ഞാനിപ്പോ വരാം. ഡോക്ടർ ഒന്നുകൂടി കാണട്ടെ. മാഡം, രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോ കഴിച്ചത് എന്താന്ന് പറയേണ്ടി വരും. അപ്പൊ പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ ശബ്ദം ഇല്ലാതിരിക്കാന്നാണോ?
ഞാനാ ശബ്ദം ഉണ്ടാക്കല്ലേ, എനിക്ക് സംസാരിക്കാനുണ്ട്. എടോ, പ്രിയങ്ക എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് തനിക്കറിയോ? ഇത്രയും കാലം എല്ലാവരെയും പറ്റിച്ചതുപോലെ എന്നെയും പറ്റിക്കാൻ നോക്കുക. അവള് സ്നേഹിക്കാൻ നോക്കല്ലേ? സ്നേഹം എനിക്ക് പുച്ഛാണ് ഇതൊക്കെ കാണുമ്പോ. ദേ, ഇനി അവളെ എന്റെ മുമ്പിൽ ഇതുപോലെ എന്തെങ്കിലും വേഷം കെട്ട് കാണിച്ച കൊല്ലും ഞാൻ അവളെ. അങ്ങനെയൊന്നും പറയരുത്. ആ, എന്നാ പിന്നെ കൊല്ലുന്നില്ല. ആ, നമ്മുടെ കാര്യം പറയാം. നമ്മുടെ എന്ത് കാര്യം? നമ്മളെന്നാ ഒന്നിച്ച് ജീവിക്കുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.